എല്ലാ സുഹൃത്തുക്കൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ലിങ്ക്ഡിൻ മാർക്കറ്റിംഗ് ആണ്. ലിങ്ക്ഡിൻ ഉപയോഗിച്ച് നമ്മൾ ഓർഗാനിക് മാർക്കറ്റിംഗ് ആണ് കൂടുതലും ചെയ്യേണ്ടത്. ഓർഗാനിക് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ലിങ്ക്ഡിനിൽ ഒരു പേജ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ലിങ്ക്ഡിനിലെ പെയ്ഡ് അഡ്വർടൈസ്മെന്റ് മെത്തേഡുകൾ ഏതൊക്കെ ടൈപ്പാണ്, ഇതെല്ലാമാണ് ഇന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ഈ ഒരു ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കാണുന്നതെങ്കിൽ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി കൂടുതലായിട്ട് അറിയാനും പഠിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നതാണെങ്കിൽ ഡിജിമാർക്ക് അക്കാഡമിയുടെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്നത്തെയും പോലെ നമ്മുടെ ഈ വീഡിയോയും സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബ്ലൂഹോസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. ബ്ലൂഹോസ്റ്റിനെ പറ്റി മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ലിങ്ക്ഡിൻ മാർക്കറ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കാം. സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബ്ലൂഹോസ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്കൊരു ഡൊമൈനും ഹോസ്റ്റിങ്ങും ഒക്കെ വാങ്ങി വെബ്സൈറ്റ് സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. ബ്ലൂഹോസ്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വേർഡ്പ്രസ് സജസ്റ്റ് ചെയ്യുന്ന നമ്പർ 1 പ്ലാറ്റ്ഫോമാണ് ബ്ലൂഹോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലൊക്കെ നിൽക്കുമ്പോൾ നല്ലൊരു വെബ്സൈറ്റ് ഉണ്ടാവുക എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ബേസിന് വേണ്ടി നിങ്ങൾക്ക് ബ്ലൂഹോസ്റ്റിനെ സമീപിക്കാം. അതുകൂടാതെ തന്നെ ബ്ലൂഹോസ്റ്റിൽ നിന്ന് നിങ്ങളൊരു ഹോസ്റ്റിംഗ് മാത്രം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൂഹോസ്റ്റ് നിങ്ങൾക്ക് നൽകുന്നത് ഒരു വർഷത്തേക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡൊമൈൻ അവൈലബിൾ ആണെങ്കിൽ അത് നമുക്ക് ഫ്രീ ആയിട്ട് ഒരു വർഷത്തേക്ക് ലഭിക്കും. അതുകൂടാതെ 24/7 സപ്പോർട്ട് അവരുടെ ഉണ്ട്. ലൈവ് ചാറ്റ് സപ്പോർട്ടും ഉണ്ട്, അതുപോലെ തന്നെ കോൾ സപ്പോർട്ടും ഉണ്ട്. പിന്നെ CDN അതുപോലെ തന്നെ SSL സർട്ടിഫിക്കറ്റ്, ഇത് രണ്ടും എടുത്ത് പറയാതിരിക്കാൻ വയ്യ. കാരണം SSL സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിന്റെ സെക്യൂരിറ്റി പ്രൊട്ടക്ഷന് വേണ്ടിയാണെങ്കിൽ, CDN എന്ന് പറയുന്നത് കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്കാണ്. നമ്മുടെ വെബ്സൈറ്റിലെ കണ്ടന്റുകൾ മറ്റുള്ള ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് ലോഡ് ചെയ്ത് വരാൻ വേണ്ടി ഈ കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്കാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ബ്ലൂഹോസ്റ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമുക്ക് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ബ്ലൂഹോസ്റ്റ് ഉപയോഗിക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് learnwithsubin.com/bluehost എന്നുള്ള എൻ്റെ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത്, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ലിങ്ക്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രൗസറിൽ ടൈപ്പ് ചെയ്തിട്ട് learnwithsubin.com/bluehost എന്ന് ടൈപ്പ് ചെയ്ത് പോകാം. നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും സംശയങ്ങൾ, നമ്മുടെ ക്ലാസ്സിനെ പറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റ് പർച്ചേസ് ചെയ്യുന്നതിനെ പറ്റി ആയിക്കോട്ടെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ലിങ്ക്ഡിൻ മാർക്കറ്റിങ്ങിനെ പറ്റിയാണ്. ലിങ്ക്ഡിനെ പറ്റി നമ്മൾ പറഞ്ഞു, നമ്മൾ കൂടുതലും ഓർഗാനിക് മാർക്കറ്റിംഗ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത്. എന്നാൽ ലിങ്ക്ഡിനിൽ പെയ്ഡ് മാർക്കറ്റിംഗും ഉണ്ട്. ആദ്യം നമുക്ക് ഓർഗാനിക് മാർക്കറ്റിംഗിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ഒന്നാമത്തേത് നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ നമുക്ക് ആദ്യം ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്യാം. ഇപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഞാൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലുകളൊക്കെ നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് നല്ലൊരു ബാനർ ഉണ്ടാവണം. നിങ്ങൾ എഴുതിയുന്ന ഒരു വിഷനും ഒക്കെ നിങ്ങളുടെ ബാനറിൽ തന്നെ ഉണ്ടാവണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ വളരെ പ്രോപ്പറായിട്ട് നിങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവണം. നിങ്ങളുടെ ഹാഷ്ടാഗുകൾ നിങ്ങൾ കറക്റ്റ് ആക്കിയിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു പ്രൊഫൈൽ നിങ്ങൾ ഇതിനകത്ത് ഫീച്ചേർഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ആഡ് ചെയ്യുകയും അത് കമ്പയർ ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. അപ്പം ഒന്നിൽ കൂടുതൽ നിങ്ങൾക്ക് ആഡ് ചെയ്തിടാനുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ആഡ് ചെയ്തിടണം. അതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെ സർവീസസ് ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഇതുപോലെ ടൈപ്പ് ചെയ്ത് ലിങ്ക്ഡിനിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സർവീസസും നിങ്ങൾ ഏത് ഏരിയ ആണ് ഉള്ളതെന്നുമൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിങ്ക്ഡിൻ അതിനനുസരിച്ചായിരിക്കും നമുക്ക് കൂടുതലും നമ്മുടെ അക്കൗണ്ടിൽ എൻക്വയറീസും അല്ലെങ്കിൽ വിസിബിലിറ്റിയും ഒക്കെ നൽകുന്നത്. അതുപോലെ തന്നെ ലിങ്ക്ഡിൻ പലപ്പോഴും നമ്മളെ റിക്രൂട്ടേഴ്സിന് യു ആർ ഓപ്പൺ ടു വർക്ക് എന്ന് കാണിക്കാം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മളൊരു കമ്പനി ആണെങ്കിൽ നമ്മൾ ആളുകളെ ഹയർ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാം. ഈ ഒരു രീതിയിലൊക്കെ ഉണ്ട്. നമ്മൾ കൂടുതലും നമ്മളുടെ ഒരു പ്രൊഫൈൽ ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കൂടുതലുമുള്ള ഒരു കണക്ഷൻ റിക്വസ്റ്റുകൾ എന്നൊക്കെ പറയുന്നതൊക്കെ ആ ഒരു മേഖലയിലുള്ളത് തന്നെ ആയിരിക്കും. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരാൾക്ക് മെസ്സേജ് അയക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ ചില ആളുകൾക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മെസ്സേജ് അയക്കാം ഇതുപോലെ. എന്നാൽ ചില അക്കൗണ്ടുകൾക്ക് നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റത്തില്ല. കാരണം മെസ്സേജ് അയക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചില അക്കൗണ്ടുകൾക്ക് നമുക്ക് ലിങ്ക്ഡിൻ്റെ പ്രീമിയം ആക്കണമെന്ന് പറയാം. അപ്പോൾ ലിങ്ക്ഡിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് പ്രീമിയം അക്കൗണ്ടുകൾ നമ്മളാക്കിയിട്ട് നമ്മൾ ആളുകൾക്ക്, ചില വ്യക്തികൾക്ക് നമ്മൾ പ്രീമിയം മെസ്സേജുകൾ അയക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ചില ആളുകളെ നമുക്ക് എങ്കിലേ അവരെ കോൺടാക്ട് ചെയ്ത് നമുക്ക് വർക്കുകളൊക്കെ പിച്ച് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിന് ലിങ്ക്ഡിൻ നമ്മൾ പ്രീമിയം ആക്കുക തന്നെ വേണം.
അതുപോലെ തന്നെ നമുക്ക് ഈ മോഡെന്ന് പറയുന്നത് ക്രിയേറ്റർ മോഡായിരിക്കണം. അതാകുമ്പോൾ നമുക്ക് ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ അക്കൗണ്ട് ഡിസ്കവർ ചെയ്യുകയും നമ്മുടെ പ്രൊഫൈൽ ഒരുപാട് ആളുകളെ കാണിക്കുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഓരോ കാര്യവും നമ്മുടെ നെറ്റ്വർക്ക്, നമ്മളുടെ ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻ, നമ്മളുടെ ആക്ടിവിറ്റി, ഇതെല്ലാം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് പ്രൊഫൈൽ നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ ലിങ്ക്ഡിനിൽ നിങ്ങളിപ്പോൾ നോക്കിയാൽ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റികൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ലിങ്ക്ഡിനകത്ത് ഞാൻ എഴുതിയിരിക്കുന്ന ചില ആർട്ടിക്കിളുകളുണ്ട്. അത് നമുക്ക് ആർട്ടിക്കിളുകളായിട്ട് നമുക്ക് ലിങ്ക്ഡിനിൽ പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും, ഈ കാണുന്നത് പോലെ. അപ്പോൾ ഈ ആർട്ടിക്കിളുകൾ നമുക്ക് ലിങ്ക്ഡിനിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആർട്ടിക്കിളിലേക്ക് ഒരുപാട് യൂസേഴ്സ് വരികയും അതുവഴി നമുക്കൊരു റീച്ചും അതുപോലെ തന്നെ കുറച്ചുകൂടെ നമ്മളുടെ പ്രൊഫൈലിനുള്ള ഫോളോവേഴ്സും ഒക്കെ വരികയും ചെയ്യും. അത് നമ്മുടെ അക്കൗണ്ടിലേക്കുള്ള ഒരു ഓർഗാനിക് റീച്ചിന് വേണ്ടി ഗുണം ചെയ്യുന്നതുമാണ്. അപ്പോൾ ആർട്ടിക്കിൾസ് ലിങ്ക്ഡിനിൽ എഴുതാനായിട്ടും എല്ലാവരും നോക്കുക. ഇപ്പോൾ റൈറ്റ് ആൻ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മുകളിൽ ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ ഒരുപാട് ഫീച്ചേഴ്സ് ലിങ്ക്ഡിനകത്തുണ്ട്. അതുപോലെ തന്നെ ലിങ്ക്ഡിനിൽ നമുക്ക് റെക്കമെൻഡേഷൻസ് കൊടുക്കാനും വാങ്ങാനും സാധിക്കും. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇതിപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന റെക്കമെൻഡേഷൻസ് ആണ്. നമ്മുടെ ഡിജിമാർക്കിൽ പഠിച്ചിരിക്കുന്ന സ്റ്റുഡൻസ് നമ്മളിലേക്ക് റെക്കമെൻഡേഷൻ അവർ ചെയ്തിരിക്കുന്നതാണ്, ഈ കാണുന്ന പോലെ. അപ്പോൾ നമ്മൾക്ക് കിട്ടിയ റെക്കമെൻഡേഷൻസ് കൂടാതെ ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് അങ്ങോട്ടേക്ക് തിരിച്ചും റെക്കമെൻഡേഷൻ കൊടുക്കുന്നുണ്ട്. ആസ് എ ടീച്ചർ എന്നുള്ള നിലയിൽ നമ്മൾ അങ്ങോട്ട് റെക്കമെൻഡേഷൻ. അപ്പോൾ ഇതൊക്കെ ഒരുപാട് റിക്രൂട്ടേഴ്സ് ഈ യൂസേഴ്സിനെ ജോലിക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ചെക്ക് ചെയ്യുന്നതാണ്. ഈ പ്രൊഫൈൽ ഇപ്പോൾ ഈ മുഹമ്മദ് അജ്മൽ ആയിക്കോട്ടെ, അശ്വിൻ രാജ് ആയിക്കോട്ടെ, നിഹാദ് ആയിക്കോട്ടെ, ഇവരൊക്കെ ഇപ്പോൾ ഓരോരോ കമ്പനികളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ഇവരുടെ ഒരു റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത്, ഞാൻ കൊടുത്തിരിക്കുന്ന റെക്കമെൻഡേഷൻ ഇവർ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇവരുടെ ലിങ്ക്ഡിൻ അക്കൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ ആ ഒരു റെക്കമെൻഡേഷനകത്ത് നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒരു റിവ്യൂ പോലെ, ഒരു പേഴ്സണൽ റിവ്യൂ പോലെ പ്രതിഫലിക്കുകയും ആളുകൾ അതനുസരിച്ച് അവരെ വിലയിരുത്തുകയും ചെയ്യും. ഇതെല്ലാം ലിങ്ക്ഡിൻ്റെ ഒരു ഓർഗാനിക് മാർക്കറ്റിംഗ് മെത്തേഡിൻ്റെ ഒരു ചില ഭാഗങ്ങൾ മാത്രമാണ്. എന്നാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കിതിനകത്ത്. ഒരു യൂസർക്ക് മെസ്സേജ് അയക്കുമ്പോൾ പോലും എങ്ങനെ ആയിരിക്കണം അയക്കേണ്ടത് എന്നുള്ളതിൽ പോലും നമുക്ക് ചില കാര്യങ്ങളുണ്ട്. ഇൻവിറ്റേഷൻ കൊടുക്കുന്ന പോലെ തന്നെ ചില ഗ്രാറ്റിറ്റ്യൂഡൊക്കെ ഇവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഒരു താങ്ക് യു നോട്ടോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ യൂസേഴ്സിന് കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ലിങ്ക്ഡിനകത്തുണ്ട്. കുറച്ചുകൂടെ പേഴ്സണൽ നെറ്റ്വർക്കിന് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ചുകൂടെ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പം ഞാൻ കാണിച്ചതൊക്കെ ഒരു ഓർഗാനിക് റീച്ചിന് വേണ്ടി പേഴ്സണൽ പ്രൊഫൈൽ ഉപയോഗിച്ച് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ലിങ്ക്ഡിനിൽ പേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. നിങ്ങളിപ്പോൾ ഈ കാണുന്നതൊക്കെ ഓരോരോ ഡിജിമാർക്ക് അക്കാഡമിയുടെ പേജൊക്കെയാണ്. എന്നാൽ ഈ പേജുകൾക്കൊക്കെ വേണ്ടി നമുക്ക് ലിങ്ക്ഡിനിൽ അഡ്വർടൈസ്മെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഫേസ്ബുക്കിൽ ആഡ്സ് ഒക്കെ റൺ ചെയ്യുന്നത് പോലെ അഡ്വർടൈസ്മെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെയും ഉണ്ട്, നമുക്ക് ക്രിയേറ്റ് ആഡ്സ് ഉണ്ട്. ക്യാമ്പയിൻ ഒക്കെ ക്ലിക്ക് ചെയ്ത് നമുക്ക് പല ടൈപ്പ് ഓഫ് ആഡ്സ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫേസ്ബുക്കിലൊക്കെ ചോദിക്കുന്നത് പോലെ തന്നെ നമുക്ക് എന്താണ് നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന പോലെ ബ്രാൻഡ് അവയർനെസ്, വെബ്സൈറ്റ് വിസിറ്റ്, എൻഗേജ്മെൻറ്റ്, വീഡിയോ വ്യൂസ്, ലീഡ് ജനറേഷൻ, വെബ്സൈറ്റ് കൺവേർഷൻ, ജോബ് ആപ്ലിക്കേഷൻ, ഇതെല്ലാം നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഫേസ്ബുക്കിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത് പോലെ ഇവിടെയും ഓഡിയൻസ് ടാർഗറ്റിങ്ങും ആഡ് ഫോർമാറ്റും പ്ലേസ്മെൻറ്റും ബഡ്ജറ്റും കൺവേർഷൻ ട്രാക്കിങ്ങും ഒക്കെ ഉള്ളതാണ്. ഫേസ്ബുക്കിൽ പിക്സൽസ് ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇവിടെയും ഉണ്ട് നമുക്ക് ഇൻസൈറ്റ് ടാഗ് എന്ന് പറയുന്ന ഒരു കാര്യം. ഇതുപയോഗിച്ച് നമ്മുടെ വെബ്സൈറ്റിൽ ഇൻസൈറ്റ് ടാഗ് ഇൻസ്റ്റാൾ ചെയ്യാനും അതുപയോഗിച്ച് നമുക്ക് റീമാർക്കറ്റിംഗ് ഒക്കെ ചെയ്യാനും ലിങ്ക്ഡിനിലും പോസിബിൾ ആണ്. അപ്പോൾ ലിങ്ക്ഡിൻ അഡ്വർടൈസ്മെൻറ്റുകൾ പഠിക്കുക എന്ന് പറയുന്നതും വലിയൊരു കാര്യമാണ്. ലിങ്ക്ഡിൻ അഡ്വർടൈസ്മെൻറ്റ് വേണമെങ്കിൽ അതും നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഓർഗാനിക് ഗ്രോത്തിന് വേണ്ടിയുള്ള ലിങ്ക്ഡിൻ മാർക്കറ്റിംഗ് പ്രത്യേകം അതും വേറെ പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇതിനുമൊക്കെ ഒരുപാട് ടൂൾസും മെത്തേഡുകളും ഒക്കെ അഡ്വാൻസ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. എന്നാലും നിങ്ങളൊരു ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കാണുന്നവർ മനസ്സിലാക്കുക, ലിങ്ക്ഡിൻ മാർക്കറ്റിങ്ങിൽ എന്തായിരിക്കും കൂടുതൽ പഠിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഇത് ഒപ്റ്റിമൈസ് ചെയ്യാനും പ്രോപ്പർ ഗൈഡൻസോടുകൂടി പഠിക്കുക, പ്രോപ്പറായിട്ട് അത് ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഇതിനകത്ത് നോക്കിയാൽ നമ്മളുടെ ഒരു അനാലിറ്റിക്സ് ഒക്കെ ഇവിടെ കാണാം. 73 സെർച്ച് അപ്പിയറൻസ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പല ആളുകളും സെർച്ച് ചെയ്ത സമയങ്ങളിൽ നമ്മളെ അവിടെ കാണിച്ചിരുന്നു എന്നുള്ളതാണ്. അതിനകത്ത് നമ്മളെ കാണിച്ച കീവേഡുകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കീവേഡ്സ് യു വെയർ ഫൗണ്ട് ഫോർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്, ട്രെയിനർ, ഇങ്ങനെയുള്ള പല കാറ്റഗറികളിൽ നമ്മളെ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലിങ്ക്ഡിൻ ഇവിടെ കാണിക്കുന്നത്. ഇത് നമ്മുടെ പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് സാധിക്കുന്നത്.
അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ലിങ്ക്ഡിൻ അക്കൗണ്ട് ഒന്ന് പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. പുതിയ പുതിയ കണക്ഷൻസ് ബിൽഡ് ചെയ്യുക. ലിങ്ക്ഡിൻ്റെ അഡ്വാൻസ്ഡ് അഡ്വർടൈസ്മെൻറ്റ് മെത്തേഡുകളും ലിങ്ക്ഡിൻ്റെ ഓർഗാനിക് മാർക്കറ്റിങ്ങുകളും ലിങ്ക്ഡിൻ ചെയ്യുമ്പം ഉപയോഗിക്കേണ്ട ടൂൾസും ഒക്കെ പഠിക്കാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിജിമാർക്കിനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് ലിങ്ക്ഡിൻ്റെ ഓർഗാനിക് മാർക്കറ്റിങ്ങിനെ പറ്റിയാണ്. ലിങ്ക്ഡിൻ ഓർഗാനിക് മാർക്കറ്റിംഗ് ഫോക്കസ് ചെയ്യുന്നവരുണ്ട്, പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ് മെത്തേഡുകൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. രണ്ടും നമ്മൾ പഠിക്കേണ്ടതാണ്. നമ്മളുടെ മുന്നിൽ വരുന്ന ക്ലയൻറ്റുകൾ എന്തൊക്കെയായിരിക്കും നമുക്ക് പറയുക എന്നറിയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി കൂടുതലായിട്ട് അറിയാനും പഠിക്കാനും ഒക്കെ ആഗ്രഹമുള്ളവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ കമൻറ്റ് ചെയ്യണമെങ്കിലോ നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ അത്രയും സന്തോഷം. ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ പറ്റി കൂടുതൽ അറിയാനും പഠിക്കാനുമായി നിങ്ങൾക്ക് ഡിജിമാർക്ക് അക്കാഡമിയെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങളുടെ കോൾ പ്രതീക്ഷിച്ച് ഞാൻ ഡിജിമാർക്കിലുണ്ടാവും. ബൈ.